സിനിമാക്കാർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ നിന്ന് പിന്മാറി നടി. സർക്കാർ പിന്തുണ നൽകിയില്ലെന്ന് പരാതി. തനിക്കെതിരായ പോക്സോ കേസിലെ സത്യം തെളിയിക്കാൻ പോലീസ് തയ്യാറാകാത്തത് വിഷമിപ്പിച്ചു. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കുമെതിരായ പരാതി പിൻവലിക്കും. പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 3 വിദ്യാർത്ഥികൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം. ആത്മഹത്യയല്ല, കൊലപാതകമെന്ന അമ്മുവിന്റെ കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ ലോക്കെല്ലാം മാറ്റി വെച്ചിരുന്നു. അത് പോലീസിൻ്റെ സാറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു തന്നെയാണ് പറഞ്ഞത്. സജി ചെറിയാനൊപ്പം പാർട്ടി. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ രാജിവെക്കേണ്ടെന്ന് CPM. കേസ് നിയമപരമായി നേരിടാൻ നിർദ്ദേശം. ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് മന്ത്രി പി രാജീവ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം എന്ന് നൽകുമെന്ന് വ്യക്തമാക്കാതെ കേന്ദ്രം. നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാത്രം സത്യവാങ്മൂലത്തിൽ. ജനവിരുദ്ധമായ ഹർത്താൽ നടത്തിയിട്ട് എന്ത് കിട്ടിയെന്ന് ഹൈക്കോടതി. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാലക്കാട് ജയം ആഘോഷിച്ച് BJP. വയനാടും പാലക്കാടും മാത്രമല്ല ചേലക്കരയും നേടുമെന്ന് UDF. ചേലക്കര നിലനിർത്തുമെന്ന് LDF. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന 4 പേർ പിടിയിൽ. പിടിയിലായവരിൽ നിന്ന് സ്വർണം കണ്ടെത്താനായില്ല. സ്കൂട്ടറിൽ കാർ ഇടിച്ചു വീഴ്ത്തി കവർന്നത് 3.5 കിലോ സ്വർണം. സംഘത്തിൽ 4 പേർ കൂടിയുണ്ടെന്ന് പോലീസ്. മുനമ്പം വിഷയം പരിഹരിക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. നിയമസാധ്യതകൾ ചർച്ച ചെയ്യും. ഫറൂഖ് കോളേജിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ ഡിസംബർ 6 മാറ്റി. ഓസ്ട്രേലിയക്കെതിരായ 1ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂട്ടത്തകർച്ച. 150 റൺസിന് ഓൾ ഔട്ട്. 41 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡി ടോപ്പ് സ്കോറർ. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ നേരത്തെ കസ്റ്റഡിയിലായിരുന്ന 3 സഹപാഠികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. നിരന്തര പീഡനം ഇവരിൽ നിന്ന് അമ്മു നേരിട്ടിരുന്നുവെന്ന് കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിലാണ് 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണ് ചെയ്തതെന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന. ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന്റെ ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലിക്കുക എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന് ക്ലാസ് ടീച്ചർ ഇടപെട്ട് താക്കീത് നൽകിയെങ്കിലും വേട്ടയാടൽ തുടർന്നു. എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിച്ചിരുന്നു അമ്മു. ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം ഇവളെ പേടിച്ചാണ് ചെന്നത്. വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുളെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളപിടിയിലെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്.
ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റെങ്കിലും കൊലപാതകമാണ് സംഭവിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മുവിന്റെ സഹോദരൻ അഖില്. ആത്മഹത്യാപ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തേതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അബ്ലിമെന്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പിടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അബ്ലിമെന്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോഡലിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ കുറിച്ചത് സഹോദരിയല്ല എന്ന് തെളിയിക്കാൻ കൈയക്ഷരം തെളിവായി നൽകുന്നു അഖിൽ. ഫോൺ ലോക്ക് ചെയ്യാതെ കിട്ടിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും ഹോസ്റ്റൽ വാർഡന്റെയും കള്ളത്തരങ്ങൾ സത്യാവസ്ഥ മൂടിവെക്കാനാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം അമ്മു ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് സ്വീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാം മറച്ചു വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് സജീവനും കുടുംബവും. മകൾ നേരിട്ട നിരന്തര പീഡനത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കോളേജ് അധികൃതരെ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോഴും അമ്മു സജീവിന്റെ കുടുംബം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നാണല്ലോ പറയുന്നത്. നിലവിൽ എന്താണ് സഹപാഠികൾക്കെതിരെയുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്? മജുഷ്, കഴിഞ്ഞ ഒക്ടോബർ മാസം 25-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ മാനസികമായ പീഡനം സഹപാഠികളായ 3 പേരിൽ നിന്ന് അമ്മു ഏറ്റുവാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ രേഖാമൂലം പരാതി നൽകിയത്. ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മുവിനെയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 പെൺകുട്ടികളെയും വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കാരണം ഈ മെമ്മോ എഴുതി വാങ്ങിയിരുന്നു. അതിൽ കൃത്യമായി അവർ വിശദീകരിച്ചിരുന്നു ഇനി ഇത്തരത്തിലുള്ള നടപടികളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്ന്. അവിടെ അമ്മുവുമായി പിന്നീട് സൗഹൃദം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അമ്മു തന്നെ അത് എനിക്ക് സമാധാനത്തോടെ ഇവിടുന്ന് 2 ആഴ്ചകൾ കൂടി പഠിച്ചിറങ്ങിയാൽ മതി, മറ്റു തരത്തിലുള്ള സൗഹൃദമൊന്നും ഇനി വേണ്ട എന്നൊരു നിലപാടിലേക്ക് അമ്മു മാറിയിരുന്നു. പക്ഷേ അന്ന് വൈകിട്ട് മുതൽ തന്നെ അമ്മുവിനോട് വലിയ തരത്തിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള പീഡനം ഈ 3 പേരുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ആ കാര്യം അവർ അന്വേഷണ സംഘത്തെയും ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പരാതി പരിശോധിക്കാനെത്തിയ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറുമൊക്കെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ അറസ്റ്റ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 3 പേർക്കെതിരെയാണ്, സഹപാഠികളായ 3 പേർക്കെതിരെയാണ്. പക്ഷേ ഈ കുടുംബം പറയുന്നത് ആ 3 പേർക്ക് അപ്പുറത്തേക്ക് കോളേജ് അധികൃതർ ഇതിന് കൂട്ടുനിന്നു എന്ന് ഒരു നിലപാട് കൂടി അവർക്കുണ്ട്. ആ ഒരു വലിയ ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. അവർ പറയുന്ന അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രശ്നങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയതല്ല, ഇതിന് ഒരു സീക്വൻസ് ഉണ്ട്. ആ സമയങ്ങളിലെല്ലാം കൃത്യമായി ഈ കുട്ടി മാനസികമായി പീഡനം നേരിടുന്നുവെന്ന കാര്യം അധികാരികളെ അറിയിച്ചിട്ടും വേണ്ട തരത്തിലുള്ള നടപടി ഉറപ്പാക്കാൻ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ തങ്ങളുടെ മകളുടെ ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഇന്ന് അവളുടെ പഠനം പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ ഇങ്ങനെയൊരു അസ്വാഭാവികമായി മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നൊരു ആക്ഷേപമാണ്, വിമർശനമാണ് ഈ കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. പോലീസിന്റെ തുടർ നടപടികൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടായാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താമെന്ന കുടുംബം വ്യക്തമാക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഈ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതിനുശേഷമാണ് കോളേജിന്റെ വിശദീകരണം കേൾക്കുന്നത്. അതിനുശേഷം ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ കോളേജിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ അധികാരികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ഇപ്പോൾ 3 സഹപാഠികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസിന്റെ ഈ നടപടി. അതേസമയം കോളേജ് അധികൃതർ പറയുന്നത് സഹപാഠികളുമായി അമ്മുവിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞു തീർത്തിരുന്നു എന്നാണ്. പക്ഷേ കുടുംബം ഇത് വിശ്വസിക്കുന്നില്ല. കൃത്യമായിട്ടും മാനസിക പീഡനം അമ്മു നേരിട്ടിരുന്നു എന്ന കാര്യം അറിയാമായിരുന്നു എന്നാണ് അച്ഛനും സഹോദരനും പറയുന്നത്. ഈ പരാതി കണക്കിലെടുത്താണ് പോലീസ് 3 സഹപാഠികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി. 7 പേർക്കെതിരെയായിരുന്നു പരാതി നൽകിയിരുന്നത്. എന്നാൽ സർക്കാരിൽ നിന്നും ഒരു പിന്തുണയും കിട്ടിയില്ല എന്നാണ് നടി പറയുന്നത്. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ തന്നെ ഇമെയിൽ അയക്കുമെന്നും നടി ന്യൂസ് 18നോട് പറഞ്ഞു. തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്ന പരാതിയും നടിക്കുണ്ട്. തന്നെ കുടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്നാണ് നടി പറയുന്നത്. മാധ്യമങ്ങളിൽ നിന്ന് പോലും വേണ്ടത്ര
പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറയുന്നു. മുകേഷ്, മണിയൻപിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു എന്നീ നടന്മാർക്കെതിരെയും 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾക്കെതിരെയും ആയിരുന്നു നേരത്തെ പരാതി നൽകിയിരുന്നത്. ഒരു അഡ്വക്കേറ്റിനെതിരെയും പരാതി നൽകിയിരുന്നതാണ് മിനു മുനീർ. എന്നാൽ ഈ 7 പരാതികളും പിൻവലിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാം കേസ് പിൻവലിക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. 7 പേർക്കെതിരെയുമുള്ള പരാതി പിൻവലിക്കുമെന്നാണ് നടി പറയുന്നത്. ഇതിൽ പോക്സോ കേസ് നടിക്കെതിരെ ചുമത്തിയിരുന്നു. ഇതിൽ സത്യാവസ്ഥ തെളിയിക്കുവാനായിട്ട് പോലീസ് ശ്രമിച്ചില്ല എന്ന് നടിക്ക് പരാതിയുണ്ട്. ഈ കേസ് വ്യാജമായിട്ട് ചമച്ചതെന്നാണ് നടി പറയുന്നത്. വിശദമായ റിപ്പോർട്ട് കാണാം. നൂറ്റാണ്ടുകളായി ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പുതിയ കാലത്ത് നിർമ്മിച്ച നിയമങ്ങൾ, നീതി ഉറപ്പാക്കുന്ന പുരോഗമനാത്മക നിയമങ്ങൾ, ഇത് ചിലർ ദുരുപയോഗം ചെയ്യുമ്പോൾ നിഷേധിക്കപ്പെടുന്നത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ നീതിയാണ്. ഒപ്പം ഇവർ സംരക്ഷണമൊരുക്കുന്നത് യഥാർത്ഥ വേട്ടക്കാർക്കാണ്. സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധത തുറന്നുകാട്ടുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ കൊടിയ അനീതികൾക്കും ചൂഷണങ്ങൾക്കും നേരെ പിടിച്ച കണ്ണാടി. എന്നാൽ ഇതിൻ്റെ മറവിൽ വന്ന ചില പരാതികളെങ്കിലും സംശയം ജനിപ്പിക്കുന്നതാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളെന്ന് സംശയിക്കാവുന്നവ. അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ഇന്ന് ഒരു പരാതിക്കാരി പറഞ്ഞ വാക്കുകൾ. പോക്സോ കേസ് എനിക്കെതിരെ ഒരു ഫാബ്രിക്കേറ്റഡ് ഒരു കേസ് എനിക്കെതിരെ വന്നു. അതിനുശേഷം ഒരു പോലീസുകാർ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഈ പോക്സോ കേസിനെതിരെ ഗവൺമെന്റ് ആണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും പേർക്കെതിരെ കേസ് പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ ഒരു കള്ളക്കേസ് എനിക്കെതിരെ വന്നപ്പോൾ അത് സത്യമാണോ ഇല്ല നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ചുമതല ഗവൺമെന്റിനുണ്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കേസിന്റെ കാര്യം എന്താ, ഈ പോക്സോ കേസ് എന്താണ് അനങ്ങാതെങ്കിൽ വെച്ചിരിക്കുന്നത്, അതിനെതിരെ ഒരു നടപടി എടുക്കണം. ഇത് സത്യമാണോ ഇല്ല തെളിയിക്കണം. പ്രൈം മിനിസ്റ്റർക്ക് ഞാൻ കത്തയച്ചു. അപ്പൊ എനിക്കൊരു നടപടി ഒന്നും ഞാൻ കണ്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ തനിയെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇപ്പൊ ഈ യൂട്യൂബുകാർ തന്നെ സത്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പോലും ഗവൺമെന്റ് ഒന്നും അനങ്ങുന്ന പോലും ഇല്ല. ഞാനെന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് കാശെല്ലാം മുടക്കി ഞാൻ ആർക്ക് വേണ്ടിയാണ് ഓടി നടക്കുന്നത്? ഇതുപോലെ ചീത്തപ്പേരും കേട്ടിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു കേസിൽ ഈ പോക്സോ കേസ് വൃത്തികെട്ട കേസ് നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആർജവം ഉണ്ടാവും ഇപ്പോഴത്തെ കേസ് കൊണ്ടുപോകാൻ? ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാം കേസ് പിൻവലിക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. നടനും MLA-യുമായ മുകേഷ് അടക്കം 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയ ഘട്ടത്തിൽ ആലുവ സ്വദേശിയായ നടി സർക്കാരിനെക്കുറിച്ച് അന്നു പറഞ്ഞതിങ്ങനെ: ഞങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർ കൂടെ വന്ന എല്ലാവർക്കും, സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിനൊരു വലിയൊരു ഉദാഹരണമാണ്. ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. ഇതിലെ തെറ്റും ശരിയും എന്തായാലും സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് പരാതിക്കാരുടെ ന്യായം. തനിക്കെതിരായ പോക്സോ പരാതിയിൽ സർക്കാർ സഹായിക്കാത്തതുകൊണ്ട് താൻ നൽകിയ പരാതി പിൻവലിക്കുന്നുവെന്നാണ് വിശദീകരണം. ഈ പരാതികളെല്ലാം ഉയർന്ന കാലത്ത് നടൻ നിവിൻ പോളിക്കെതിരെ വന്ന സമാനമായ ബലാത്സംഗ പരാതി വ്യാജമാണെന്ന് കണ്ട പോലീസ് കോടതിയിൽ നടന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചിലർ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ ഇരകളെന്ന പരിഗണനയിൽ അവർക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പൊതുസമൂഹവും. ഇത്തരം വ്യാജ പരാതികൾ സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നിരപരാധികൾ വേട്ടയാടപ്പെടുന്നു, ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, യഥാർത്ഥ വേട്ടക്കാർ മറഞ്ഞിരുന്ന് ഊറിച്ചിരിക്കുന്നു, ഒപ്പം ഇത്തരം വ്യാജ പരാതിക്കാരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
മറ്റൊരു വാർത്തയിലേക്ക്. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന് സജി ചെറിയാനെതിരെ തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ ധാർമ്മികതയുടെ പേരിൽ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് രാജിവെക്കേണ്ട എന്ന തീരുമാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുത്തിരിക്കുന്നത്. കോടതി വിധി നിയമപരമായി നേരിടാനാണ് തീരുമാനം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം കൂടി ഹൈക്കോടതി കേൾക്കേണ്ടതായിരുന്നു എന്നുമാണ് മന്ത്രി P. രാജീവ് പറഞ്ഞത്. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സജി ചെറിയാൻ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തായാലും ഇക്കാര്യത്തിൽ സജി ചെറിയാനെ പാർട്ടി കൈവിടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. പക്ഷേ നേരത്തെ രാജിവെച്ച ആ സമയവും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുതിയ വിധി വന്ന പശ്ചാത്തലവും ഇത് തമ്മിൽ എങ്ങനെയാണ് വേറിട്ട് കാണുന്നത് പാർട്ടി? മഞ്ജുഷ്, സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പോയത്. അദ്ദേഹം നേരത്തെ രാജിവെച്ചിരുന്നു. പിന്നീട് വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ എത്തുകയും ചെയ്തു. ഇതേ വിഷയത്തിൽ വീണ്ടും മറ്റൊരു കോടതി വിധി വരുമ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല, നിയമപരമായി കാര്യങ്ങളെ നേരിടട്ടെ എന്ന ഒരു നിലപാടിലേക്കാണ് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയത്. അതോടൊപ്പം തന്നെ മന്ത്രി P. രാജീവ് അദ്ദേഹം വ്യക്തമാക്കിയത് സജി ചെറിയാൻ അദ്ദേഹം പറയുന്ന വാദങ്ങൾ, അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. തൻ്റെ ഭാഗം കോടതി കേട്ടില്ല എന്നത്. ഹൈക്കോടതിയിൽ ഇത്തരമൊരു ഹർജി വരുമ്പോൾ സ്വാഭാവികമായും സജി ചെറിയാൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതാണ്. അതിന് CPM നേതൃത്വം ഉദ്ധരിക്കുന്നത് നേരത്തെ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവുകളാണ്. ഈ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗത്തിൻ്റെയും വാദം കേൾക്കേണ്ടതുണ്ട്. ഒരു കേസിൽ പുനരന്വേഷണത്തിനോ ഹർജി ഉണ്ടായാൽ സ്വാഭാവികമായും ഇരു ഭാഗത്തുമുള്ള ആളുകളുടെ വാദം കേൾക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ സ്വാഭാവിക നീതി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഊന്നി തുടർന്നുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിന് ആ നിർദ്ദേശം നൽകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സജി ചെറിയാൻ എത്ര കണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും രാജിയിലേക്ക് പോകില്ല എന്ന കാര്യം വ്യക്തമാണ്. സജി ചെറിയാൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നത്. അത് ശരിവെച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പ് LDF യോഗവും പൂർത്തിയായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട് വിഷയത്തിൽ കേന്ദ്ര അവഗണന ചൂണ്ടിക്കാട്ടി സമരരംഗത്തേക്ക് ഇറങ്ങാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 5-ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഈ പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാകും. മഞ്ജുഷ്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. DC ബുക്സിനെതിരായ പരാതിയിൽ അന്വേഷണ സംഘത്തിന് EP ജയരാജൻ മൊഴി നൽകി. DC ബുക്സുമായി ഒരു കരാറുമില്ല എന്ന് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയായി നൽകിയതെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. അങ്ങനൊരു കരാറുണ്ടായി എന്ന് ഒരു മനുഷ്യനും ഇല്ല. അതൊരു ചിന്ത. ഇനി ഇല്ലാത്തൊരു ചിന്തയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പുസ്തകം തയ്യാറാക്കിയാലല്ലേ, അത് പൂർത്തീകരിച്ചാലല്ലേ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കലും കരാർ കൊടുക്കലും ഒക്കെ. കരാർ കൊടുക്കണമെങ്കിൽ 4-5 കരാറുണ്ട്. ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ സാധിക്കൂ. ഞാൻ നിയമ നടപടിയാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ ആ കാര്യങ്ങളെല്ലാം പത്രക്കാരോട് തുറന്നു പറഞ്ഞു. നിയമ നടപടി ആരംഭിച്ചു, പരാതി കൊടുത്തു, ലീഗൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. DC ബുക്സുമായി ഒരു കരാറുമില്ല എന്നുള്ള മൊഴിയാണ് EP ജയരാജൻ നൽകിയത്. വയനാട് ദുരന്തത്തിൽ കേരളത്തിനുള്ള സഹായത്തെക്കുറിച്ചുള്ള ഒളിച്ചുകളി തുടരുകയാണ് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളത്തിന് എന്ത് നൽകുമെന്നോ എന്ന് നൽകുമെന്നോ കേന്ദ്രം പറഞ്ഞിട്ടില്ല. നവംബർ 13-ന് മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടതെന്നാണ് കേന്ദ്രത്തിന്റെ ആരോപണം. ധനസഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഹർത്താൽ നടത്തിയതിനെ പക്ഷേ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഹർത്താൽ കൊണ്ട് എന്ത് നേടിയെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇതുവരെ കോടതിയിൽ പറഞ്ഞതിനപ്പുറം കേരളത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തതയില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ വിശദമായി വിവരിക്കുന്ന സത്യവാങ്മൂലം ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മാത്രമെന്നാണ് വ്യക്തമാക്കിയത്. നവംബർ 13-ന് മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടത്. 16-ന് ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉന്നതാധികാര സമിതി യോഗം 153 കോടി അനുവദിച്ചെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. ദുരന്ത മേഖലയിൽ സേവനം നടത്തിയ കേന്ദ്ര സേനകൾക്ക് പണം നൽകാൻ അധിക സഹായം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണനയിലാണ്.
2219 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ തുടരുകയെന്ന് മാത്രമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേരളം പണം ആവശ്യപ്പെടാൻ വൈകിയെന്ന BJP നേതാക്കളുടെ നിലപാട് തന്നെയാണ് സത്യവാങ്മൂലത്തിലുമുള്ളത്. കേന്ദ്രം അനുവദിച്ചെന്ന് പറയുന്ന 153 കോടി പതിവ് സഹായം മാത്രമാണെന്നാണ് കേരളത്തിന്റെ വാദം. ഫലത്തിൽ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അധിക സഹായം എത്രയെന്നോ എന്നു നൽകുമെന്നോ കേന്ദ്രം കോടതിയിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വയനാടിന് സഹായം വൈകുന്നുവെന്ന വിവാദത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. ഇതിനിടെ വയനാട്ടിൽ ഹർത്താൽ നടത്തിയ നടപടിക്കെതിരെ കോടതി രൂക്ഷ വിമർശനം നടത്തി. LDF, UDF നേതൃത്വങ്ങളുടേത് നിരുത്തരവാദപരമായ നടപടിയാണ്. ദുരന്ത മേഖലയിൽ ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 കൊച്ചി. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തത്തിൽ ഇരകളായവരുടെ പുനരധിവാസം സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. നെടുമ്പാലയിലെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് സാഹചര്യം ഗുരുതരമാക്കിയിരിക്കുകയാണ്. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ ഭൂമികളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെടുമ്പാല 7ാം നമ്പർ എസ്റ്റേറ്റ്. ഇവിടെയുള്ള 148 ഹെക്ടറിൽ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് ഹാരിസൺസ് മലയാളത്തിന്റെ 7ാം നമ്പർ എസ്റ്റേറ്റ്. വലിയ കുന്നുകളും അപകട സാധ്യതകളിടങ്ങളുമൊന്നുമില്ലാത്ത മറ്റിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ മേഖലയാണ് നെടുമ്പാല. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് സൗകര്യപ്രദമായ ഇടം കൂടിയാണ് ഇവിടം. ഈ സ്ഥലത്തിന് പ്രത്യേകം വെച്ചാൽ നിറഞ്ഞ ഭൂമിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ 1961 ഇവിടെ എൻ്റെ അപ്പൻ വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ കാലം വരെ ഈ ഭൂമിയിൽ എവിടെയും ഒരു ഉരുൾപൊട്ടലോ വളരെ ഇടിച്ചിലോ ഒന്നുമില്ല. എന്നാൽ ഏത് എസ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാലും ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. തോട്ടം തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ്. പക്ഷെ ഇപ്പൊ ഒരു വീട് വെച്ച് പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭൂമിയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എസ്റ്റൻ ടി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. 78 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പ്രദേശം. കൽപ്പറ്റയോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഏറെക്കാലമായി തൊഴിലാളി തർക്കത്തിലാണ് ഇവിടം. ഇവരും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തെറ്റായ നിയമോപദേശത്തെ തുടർന്നാണെന്ന് MLA ടി സിദ്ദിഖ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങൾ പുനരധിവാസം അനന്തമായി വേഗിപ്പിക്കും. സർക്കാരിന് സംസാരിച്ചാൽ ഉടമകളുമായി ഇത്ര കണ്ട് കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് പറയാലോ. സർക്കാരാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യേണ്ട സിസ്റ്റം. സർക്കാരാണല്ലോ. സർക്കാർ ആ കാര്യം ഒരു ഉടമയായിട്ട് സംസാരിച്ചില്ല. അതിന് കളക്ടറെ ചുമതലപ്പെടുത്തിയില്ല. അതിന് നടപടികളെടുത്തില്ല. നേരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം പുനരധിവാസ പ്രവർത്തനത്തെ വൈകിപ്പിക്കുക. ഈ മാസം ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കുമെന്നിരിക്കെ സർക്കാർ തീരുമാനങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ വില നിശ്ചയിച്ച് അത് കൈമാറി പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം കേന്ദ്ര സഹായം അനിവാര്യമാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നത് അവകാശമാണ്. അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. ഇതിലുണ്ടാകുന്ന കാലതാമസം ദുരന്തബാധിതരായ ജനതയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുനമ്പം വഖഫ് ഭൂമി കേസ് പരിഗണിക്കുന്നത് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 6ലേക്ക് മാറ്റിവെച്ചു. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീലാണ് കോടതി ഇന്ന് പരിഗണിച്ചത്. വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ രണ്ട് തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ജഡ്ജി രാജൻ തട്ടിൽ നിർദ്ദേശം നൽകി. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ പരിഗണിക്കാൻ വരുന്ന സമയത്താണ് മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് ട്രൈബ്യൂണൽ നിലപാടെടുത്തത്.
സംസ്ഥാനത്തെ ഞെട്ടിച്ച വലിയ സ്വർണ്ണ കവർച്ചകളിൽ ഒന്നാണ് കഴിഞ്ഞ രാത്രി മലപ്പുറത്ത് നടന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി കവർന്നത് 3.5 കിലോ സ്വർണ്ണമാണ്. കേസിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ ഈ കേസിൽ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സമയം രാത്രി 9 മണി. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു ഉടമ കിനാദിയിൽ യൂസഫും സഹോദരൻ ഷാനവാസും. MK ജ്വല്ലറി ഓടിട്ട കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ സ്വർണം ജ്വല്ലറിയിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ എന്നും രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. എന്നത്തെയും പോലെ ഇന്നലെയും സഹോദരനൊപ്പം സ്വർണവുമായി സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യൂസഫ്. ഇരുവരും യാത്ര തിരിച്ചതിന് പിന്നാലെ മഹീന്ദ്ര കാർ പിന്തുടർന്നു. കാറിലുള്ള സംഘം തങ്ങളെ പിന്തുടരുന്നതായി യൂസഫും സഹോദരനും തിരിച്ചറിഞ്ഞു. കുറച്ചു സമയം പിന്തുടർന്ന ശേഷം കാർ സ്കൂട്ടർ ഇടിച്ചിട്ടു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപമായിരുന്നു വാഹനം. അപ്പോൾ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം മുഖത്തടിക്കുകയും സ്വർണമടങ്ങിയ ബാഗുമായി സംഘം കാറിൽ കടന്നുകളയുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കവർച്ച പൂർത്തിയാക്കി സംഘം മടങ്ങി. ഞങ്ങൾ കടടച്ച് അങ്ങനെ വീട്ടിലെത്താൻ നേരത്തെ ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വീണിട്ട് അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങളെ അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല, എൻ്റെ ഇവിടെ കായി. പിന്നെ എന്നെ രണ്ടാളെ അടിച്ചിട്ടിട്ട് അവർ സാധനം കൊണ്ടുപോയി. ഡിക്കിലുള്ള സാധനം എടുത്തുകൊണ്ടു. എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. യൂസഫിന്റെയും സഹോദരന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് CCTV ദൃശ്യം തന്നെയായിരുന്നു പ്രധാന തുമ്പ്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വാഹന പരിശോധനയും ഒടുവിൽ 4 പേരിലേക്കെത്തി. കണ്ണൂർ സ്വദേശികളായ പ്രബിൽ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവർ കസ്റ്റഡിയിലായി. 4 പേരെ പോലീസ് പിടികൂടിയെങ്കിലും സ്വർണം എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. തൃശ്ശൂർ ടീമിൻ്റെയിലാണുള്ളത്. അവിടെ കളക്ട് ചെയ്തതിനു ശേഷം പറഞ്ഞാണ് അവിടെ വിളിച്ച് പ്രതികളെ പോലീസ് എടുക്കും. നമ്മൾ അറിയുന്നത് 4 പേരെന്നാണ്. അവിടെ എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു? അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റും. മലപ്പുറത്ത് അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന സ്വർണം പൊട്ടിക്കൽ കവർച്ചാ കേസുകളിൽ കസ്റ്റഡിയിലായവർക്ക് ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. ന്യൂസ് 18 മലപ്പുറം. ആംബുലൻസിന്റെ വഴിമുടക്കി കാറിന്റെ യാത്ര. കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കാർ യാത്രികൻ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. KL 48K 9888 നമ്പർ ഹുണ്ടായി കാറാണ് ആംബുലൻസിന്റെ വഴിമുടക്കിയത്. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെ കാർ സൈഡ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റു വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടെ 2 വണ്ടിക്കാർ ഇടിക്കുകയും നിർത്താണ്ടുകയും ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ട്. നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൊടുവള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലാണ് വാഹനമെന്ന് RTO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ ഡേസൻ ഡിസൂസയുടെ പരാതിയിൽ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും RTO അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്. കേരളം കാത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നാളെയാണ്.
പാലക്കാടിനൊപ്പം ചേലക്കരയും ജയിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. എന്നാൽ വിട്ടുകൊടുക്കില്ല എന്നാണ് LDFന്റെ വാദം. ചേലക്കര ജയം ഉറപ്പാണെന്നാണ് LDF പറയുന്നത്. പാലക്കാട് വിജയിക്കാൻ കഴിയുമെന്ന് BJPയും പറയുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷവും തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടാമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPMും വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും പാലക്കാടിൻ്റെ കാര്യത്തിലാണല്ലോ കൂടുതൽ സസ്പെൻസ്. പക്ഷേ ഇപ്പോൾ UDF ചേലക്കരയിൽ അവകാശവാദം ഉന്നയിച്ചതോടുകൂടി ചേലക്കരയും എന്തായിരിക്കും വിധി എന്നുള്ള ഒരു ആകാംക്ഷ കൂടി ഇപ്പോൾ ഉണ്ടല്ലോ. ഈ അവസാനം ഈ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? ഓരോ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയും പോൾ ചെയ്ത വോട്ടുകളൊക്കെ കണക്കുകൂട്ടിയാണല്ലോ ഇപ്പോഴത്തെ അവകാശവാദം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF പ്രതീക്ഷിക്കുന്നത് ഒരു 1000 വോട്ടിനെങ്കിലും BJP ലീഡ് ചെയ്യുമെന്ന് തന്നെയാണ്. പക്ഷേ പിരായിരിയിൽ വലിയ ഭൂരിപക്ഷം 6000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു. കണ്ണാടിയിലും മാത്തൂരിലും ഇടതുമുന്നണിക്ക് നേരിയൊരു മുൻതൂക്കം ലഭിക്കുമെങ്കിലും രണ്ടാം സ്ഥാനത്ത് 2 പഞ്ചായത്തിലും എത്താനാകും. അങ്ങനെ പിരായിരിയിലെ വൻ ലീഡ് കൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP ലീഡ് മറികടക്കുകയും കണ്ണാടിയിലും മാത്തൂരിലും പിടിച്ചു നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഭേദപ്പെട്ട കംഫർട്ടബിൾ മജോറിറ്റി എന്നാണ് ഇപ്പോൾ UDF പറയുന്നത്. 5000 മുതൽ അങ്ങോട്ട് ഉള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അവർ ഇപ്പോഴും കണക്ക് കൂട്ടുന്നു. ചെറിയ ആശങ്കയുണ്ടെങ്കിലും അത്തരം ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് അവരുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. ഭരണവിരുദ്ധ വികാരം പാലക്കാടും തുണയാകും. അത് ഇടത് സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുണ്ട്. അത് തുണയാകും. ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കും. ഒരു മാറ്റവും അതിലുണ്ടാകില്ല. പ്രത്യേകിച്ച് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് പിരായിരിയിലെ പല വാർഡുകളും. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിജയിച്ചു പോകാം എന്ന് തന്നെയാണ് UDFന്റെ കണക്കൂട്ടൽ. BJPക്കെതിരെ BJP സ്ഥാനാർത്ഥിക്കെതിരെ നഗരമേഖലകളിൽ വലിയ എതിർപ്പുണ്ട്. അത് അവരുടെ ശക്തി കേന്ദ്രമാണ്. ആ എതിർപ്പ് കൂടി തങ്ങൾക്ക് അനുകൂലമായി മാറും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മോശമല്ലാത്തൊരു വിജയം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് UDF ഇപ്പോഴും ഉറപ്പിക്കുന്നു. എന്നാൽ BJP ആകട്ടെ നഗരമേഖലകളിൽ 10000-നടുത്ത ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് കുറഞ്ഞെങ്കിലും തങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. തങ്ങളുടെ കേഡർ വോട്ടുകൾ കഴിഞ്ഞ തവണയൊക്കെ പോൾ ചെയ്യപ്പെടാതെ പോയ ഉറച്ച വോട്ടുകളുണ്ട് BJPക്ക് നഗരമേഖലകളിൽ. അതും ഇത്തവണ അവർ ആദ്യം ചെയ്ത് ആ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. ആ വോട്ടുകളും പെട്ടിയിൽ വീണിട്ടുണ്ട്. കണ്ണാടിയിലും മാത്തൂരിലും മോശമല്ലാത്ത പ്രകടനം. പിരായിരിയിൽ 3-ാം സ്ഥാനം തന്നെ അവർ പ്രതീക്ഷിക്കുന്നുവെങ്കിലും അവിടെ അത്ര പിന്നിൽ പോകാതെ അവിടെയും ഭേദപ്പെട്ട പ്രകടനം അവർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണാടിയും മാത്തൂരും ഒക്കെ ജയിക്കും, ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ വന്നില്ലെങ്കിൽ പോലും CPM രണ്ടാമതെത്താൻ കഴിയുമെന്നാണ് 2 പഞ്ചായത്തുകളിലും BJP കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഇവിടെ വിജയിച്ചു വരാം. UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും BJP കണക്ക് കൂട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. കണ്ണാടിയും മാത്തൂരും ഇടതുമുന്നണി ലീഡ് ചെയ്യും. പിരായിരിയിൽ UDFന്റെ വോട്ടുകൾ വിഭജിക്കും. അത് കുറച്ച് വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ CPMലേക്ക് LDFലേക്ക് കൂടി പോകുമ്പോൾ അവിടെ പിരായിരിയിൽ വലിയൊരു ഭൂരിപക്ഷം മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നഗരമേഖലയിലെ വലിയ 9000-ലും 10000-ലും ഉള്ള ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ ഭൂരിപക്ഷം കൊണ്ട് തന്നെ വിജയിച്ചു വരാമെന്ന് BJPയും കണക്ക് കൂട്ടുന്നു. CPMന്റെ കണക്കിൽ ചെറിയ മുൻതൂക്കം കോൺഗ്രസിനാണ്, UDFനാണ്. 2-ാം സ്ഥാനം അവർ ഉറപ്പിക്കുന്നു. BJP 3-ാമത് പോകും. പക്ഷേ അങ്ങനെ 2-ാം സ്ഥാനം ഉറപ്പിക്കുമ്പോഴും ഒരു നേരിയ വിജയപ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ അരുൺ, ചേലക്കരയിൽ ഇപ്പോൾ UDF ചേലക്കരയിൽ വിജയപ്രതീക്ഷ പറയുന്നത് അത് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം LDFൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചേലക്കര എന്ന് പറയുന്നത് LDFന്റെ ശക്തി കേന്ദ്രമാണ്. അത് പോകുമെന്നുള്ള ഒരു ആശങ്കയുണ്ടോ LDFന്? പുറത്ത് പറയുന്നില്ല എങ്കിൽ പോലും LDFന്റെ ഏക ആശങ്ക, സംശയം, ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉണ്ടാകാം. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിൽ അത് ആഞ്ഞ് വീശുകയായിരുന്നു. അത്രത്തോളം ഇല്ലെങ്കിലും ഭരണവിരുദ്ധ വികാരം ഏറിയും കുറഞ്ഞും ഉണ്ടാകാം. അത് എത്രത്തോളം എന്നൊരു കണക്ക് ഇതുവരെ ഇടതുമുന്നണിക്ക് അവർക്ക് കണക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ വിരുദ്ധതയും വിരുദ്ധ വികാരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജയിച്ചു വരാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ളത്. പാർട്ടിക്ക് വലിയ മേൽക്കൈയുള്ള, CPMന് വലിയ മുന്നേറ്റമുള്ള, അടിസ്ഥാനമുള്ള മണ്ഡലമാണ്. അവിടെ 20000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കുമെന്നവർ കണക്ക് കൊടുക്കുന്നു. 20000 ഒന്നും ഇല്ലെങ്കിലും തീരെ മോശമില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ തന്നെ CP ഇപ്പോഴും കണക്ക് കൂട്ടുന്നു. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതൊക്കെ മറികടന്ന് വിജയിച്ചു വരാൻ തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. എന്നാൽ UDF അവിടെ ഒരു 2500-നും 5000-നും ഇടയിലുള്ള വോട്ടിൽ ജയിച്ചു വരും എന്ന് തന്നെ അവരും വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരം വലിയ അളവിൽ അവിടെ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിക്ക് എതിരെ വലിയ വികാരമില്ലെങ്കിലും അവിടെ വികസനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ, ജനങ്ങളുടെ സാധാരണക്കാരുടെ ക്ഷേമപെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അവിടെ വിജയമുണ്ടാകുമെന്ന് തന്നെ UDF കണക്ക് കൂട്ടുന്നു. BJPയും മോശമല്ലാത്തൊരു പ്രകടനം ചേലക്കരയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മഞ്ജുഷ.
ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് ഇനി. അതിനിടയിൽ ഓരോ നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. CPM കേന്ദ്രങ്ങളിൽ മരവിപ്പാണെന്നാണ് AP അനിൽകുമാർ പറഞ്ഞത്. പാലക്കാടും ചേലക്കരയിലും UDFന് നല്ല ഭൂരിപക്ഷമുണ്ടാകുമെന്നും അനിൽകുമാർ ന്യൂസ് 18നോട് പറയുന്നു. അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ CPMന് പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. CPM അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു CPM കേന്ദ്രങ്ങളിൽ ഒരു മരവിപ്പ് നമുക്ക് പ്രകടമായിരുന്നു. അതുകൊണ്ട് പ്രചരണ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിലുള്ളതുപോലെ പ്രചരണ രംഗത്തും അത്ര സജീവമായിരുന്നില്ല. പാലക്കാടും ചേലക്കരയിലും നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് വളരെ വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ഷാഫിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 4000 താഴെ വോട്ടിനാണ് ഷാഫി ജയിച്ചെങ്കിൽ പ്രാവശ്യം 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ കേരളത്തിലെ നിയോജകമണ്ഡലങ്ങളൊന്നാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും UDF വളരെയധികം മുന്നിലോട്ട് വന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഒരു നല്ല വോട്ടിന് അവിടെയും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മഹാരാഷ്ട്രയും ജാർഖണ്ഡും ആര് ഭരിക്കുമെന്നും നാളെ അറിയാം. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. മഹായുതിയുടെ ഭരണ തുടർച്ചയോ മഹാവികാസ് അഘാഡിയുടെ അട്ടിമറി വിജയമോ ആണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത്. ഇത് നാളെ അറിയാം. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ BJPയും എക്സാറ്റ് പോളിൽ വിജയമുറപ്പെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും. ഇതാണ് ഇപ്പോൾ രാജ്യത്തെ സ്ഥിതി. മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച മഹായുതി. BJPയും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നയിക്കുന്ന NCPയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മറുഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡി. കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കേവല ഭൂരിപക്ഷമായ 245 മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷവും മഹായുതിക്ക് ഭരണം പ്രവചിക്കുന്നു. മഹാരാഷ്ട്രയിൽ BJPക്കും കോൺഗ്രസിനും മാത്രമല്ല, ഇരു ശിവസേനകൾക്കും NCPയിലെ ഇരുപക്ഷത്തിനും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇരു ശിവസേനകളിൽ ആർക്കാണ് കരുത്തുന്നത് ഉദ്ധവ് താക്കറയ്ക്കും ഏക്നാഥ് ഷിൻഡെയ്ക്കും ഒരുപോലെ പ്രധാനമാണ്. ശരത് പവാറിനോ അജിത് പവാറിനോ പവർ എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാകും വരിക. വിജയപ്രതീക്ഷയിൽ ഇരുമുന്നണി നേതാക്കളും യോഗം ചേർന്നു. ഒപ്പം നിൽക്കുന്നവർ മറുകണ്ഠം ചാടാതിരിക്കാനും ചെറുകക്ഷികളെ കൂടെ കൂട്ടാനുമുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞു. അജിത് പവാർ നയിക്കുന്ന NCPയുടെ സീറ്റുകൾ ഭൂരിപക്ഷത്തിന് അനിവാര്യമായാൽ അജിത് പവാർ വിലപേശുമോ എന്ന ആശങ്ക BJP ക്യാമ്പിനുണ്ട്. കഴിഞ്ഞ തവണ ഉദ്ധവ് താക്കറയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി ശിവസേനയെ അടർത്തി BJP ഭരണം അട്ടിമറിച്ച പവാർ തന്ത്രം ഇക്കുറി തടയാനുള്ള മുൻകരുതലുകൾ BJP എടുത്തിട്ടുണ്ട്. ഏതു മുന്നണിയായാലും ഭൂരിപക്ഷം തീരെ ചെറുതെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം. ഇതാണ് ചരിത്രം നൽകുന്ന പാഠം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. വിജയമുറപ്പിച്ച കോൺഗ്രസിൽ നിന്ന് വിജയം തട്ടിയെടുത്ത ഹരിയാന മാതൃക മഹാരാഷ്ട്രയിലും പരീക്ഷിച്ച് BJP. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്ന മേൽക്കൈ ഇതിന്റെ വിജയം കൂടിയായാണ് BJP ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഹരിയാന പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തിയ പ്രവർത്തനങ്ങളിലൂടെ BJP വിജയം നേടാനാവുമെന്ന BJP വിജയം തടയാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. വോട്ടെണ്ണും വരെ BJP ഒഴികെ എല്ലാവരും ഹരിയാനയിൽ കോൺഗ്രസ് വിജയമാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ BJP ക്യാമ്പിലെ ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. ഹരിയാനയിൽ കോൺഗ്രസ് ജാട്ട് വോട്ടുകൾക്ക് പിന്നാലെ പോയപ്പോൾ ജാട്ടിതര ജാതി വിഭാഗങ്ങളുടെ വോട്ട് സമാഹരണത്തിലൂടെയാണ് BJP വിജയം നേടിയത്. ജാതി വിഭാഗങ്ങളുടെ ഏകീകരണത്തിലൂടെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനും BJPക്കായി. സമാന തന്ത്രമാണ് മഹാരാഷ്ട്രയിലും BJP പയറ്റിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരായ OBC വോട്ടുകളുടെ ഏകീകരണവും സമാഹരണവും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള നേതാക്കൾ ഏക് ഹേ തോ സേഫ് ഹേ മുദ്രാവാക്യം ആവർത്തിച്ചുയർത്തിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പടി കൂടി കടന്ന് ബാത്തേഗേ തോ കാട്ടേഗേ എന്ന ഹിന്ദു വികാരമുണർത്തുന്ന കടുത്ത വർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി.
മറാത്ത, ദളിത്, മുസ്ലിം വോട്ടുകൾ BJP വിരുദ്ധ പാളയത്തിലേക്കെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി OBC വോട്ടുകളുടെ സമാഹരണത്തിൽ ശ്രദ്ധയൂന്നി. ക്രീമിലെയർ വരുമാന പരിധി 8 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷമാക്കി ഉയർത്തണമെന്ന ആവശ്യം ഷിൻഡെ സർക്കാർ ഉയർത്തിയതും ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. OBC പട്ടികയിൽപ്പെടാത്ത ഉപജാതികളെ OBC പട്ടികയിൽപ്പെടുത്താനുള്ള ശുപാർശയും ഇതേ ലക്ഷ്യത്തിലാണ്. മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമായ NCP അജിത് പവാർ വിഭാഗം നവാബ് മാലിക്കിന് സീറ്റ് നൽകിയപ്പോൾ BJP പരസ്യമായി എതിർത്തതും ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ്. BJPയുടെ ഹരിയാന തന്ത്രം മഹാരാഷ്ട്രയിൽ വിജയിച്ചോ എന്നറിയാൻ ശനിയാഴ്ച വോട്ടെണ്ണും വരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒരുപോലെ തള്ളുകയാണ് BJPയും JMMും. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ മികച്ച മാർജിനിൽ ജയിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ അവകാശവാദം. പാടെ തെറ്റിപ്പോയ സമീപകാല എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് JMM. ലോക്സഭയിൽ 400 കടക്കുമെന്ന BJP മുദ്രാവാക്യം കേട്ട് അതിനൊത്ത ഫലം പ്രവചിച്ച ഏജൻസികളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു അവർ. ജാർഖണ്ഡിൽ എക്സിറ്റ് പോളുകൾ പൊതുവെ BJP വിജയം പ്രവചിക്കുന്നു. കഴിഞ്ഞ തവണ JMM വിജയം പ്രവചിച്ച ഏജൻസി ഇക്കുറിയും JMMനെ ആധികാരിക ജയം പ്രവചിക്കുന്നു. ജാർഖണ്ഡിൽ BJP സർക്കാർ രൂപീകരണം ഉറപ്പാണെന്നും മികച്ച ഭൂരിപക്ഷം ഉറപ്പാക്കാനായെന്ന സന്തോഷത്തോടെയാണ് മടങ്ങുന്നതെന്നും ജാർഖണ്ഡ് BJP ഇൻചാർജ് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. यहाँ खनिज संपदा, यहाँ वन संपदा, यहाँ जल संपदा, यहाँ जन संपदा, यहाँ के परिश्रमी लोग, उपजाऊ भूमि, इतना कुछ है कि झारखंड सचमुच में विकास के और प्रगति के नए आयाम छू सकता है. और मुझे विश्वास है कि झारखंड में अब BJP की NDA की सरकार बनेगी और संसाधनों का बेहतर उपयोग करके एक समृद्ध, विकसित, सशक्त और घुसपैठिया मुक्त राज्य बनेगा झारखंड. 5 വർഷം ജാർഖണ്ഡിനെ കൊള്ളയടിച്ച ഹേമന്ത് സോറൻ സർക്കാരിനെതിരായ വിധി വരുമെന്ന് ജാർഖണ്ഡ് BJP അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി പറഞ്ഞു. എക്സിറ്റ് പോളുകൾക്ക് മേലെയുള്ള ഫലമായിരിക്കുമെന്നും മറാണ്ടി അവകാശപ്പെട്ടു. देखिए, पिछले 5 वर्षों तक जो हेमंत सोरेन ने झारखंड को जो लूटा है, ऊपर से लेकर के नीचे तक जो करप्शन है, इससे आम लोग परेशान थे. कानून व्यवस्था बिगड़ गई है, डेवलपमेंट का काम नहीं हो रहा है. बांग्लादेशी रोहिंग्या मुसलमान घुसपैठ कर रहे हैं, उनको यहाँ नागरिक बना रहे हैं, उनका राशन कार्ड बना रहे हैं, उनके नाम से जमीन जायदाद कर रहे हैं. तो लोगों को गुस्सा है. ലോക്സഭയിൽ 400 കടക്കുമെന്ന BJP മുദ്രാവാക്യം കേട്ട് അതിനൊത്ത ഫലം പ്രവചിച്ച ഏജൻസികളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് JMM. പാർട്ടി നടത്തിയ സർവേ അനുസരിച്ച് 81ൽ 50ലധികം സീറ്റ് നേടി JMM കോൺഗ്രസ് RJD സഖ്യം അധികാരത്തിലെത്തുമെന്ന് JMM നേതാവ് മനോജ് പാണ്ഡെ പറഞ്ഞു. देखिए, बड़बोले लोग हैं, कुछ से कुछ बोलेंगे. लोकसभा के चुनाव में 400 पार का आंकड़ा पहुंचाने के लिए कई एक सर्वे एजेंसियां आपस में ही पूरा एक कंपटीशन था कि कौन ज़्यादा सीटें देता है. वैसी स्थिति में सर्वे एजेंसियों की भूमिका विश्वसनीय नहीं रह जाती है. വോട്ട് എണ്ണുന്നതിന് മുൻപ് തന്നെ ജയസാധ്യതയുള്ള സ്വതന്ത്രന്മാരെയും മറ്റ് ചെറു പാർട്ടികളെയും ചാക്കിലാക്കാനുള്ള ശ്രമങ്ങൾ BJPയും JMMും ഒരുപോലെ ആരംഭിച്ചു. ഫലം വരും മുൻപ് തന്നെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ശനിയാഴ്ചയാണ് ജാർഖണ്ഡിലും വോട്ടെണ്ണൽ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട ദിവ്യശ്രീയുടെ ഭർത്താവ് രാജേഷിനെ ബാറിൽ വെച്ച് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. കണ്ണൂർ കരിവെള്ളൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയായ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം രാജേഷ് മുങ്ങിയിരുന്നു. പുതിയ തെരുവിലെ ബാറിൽ രാജേഷ് ഉണ്ടെന്ന് രാത്രിയോടെ പോലീസിന് വിവരം ലഭിച്ചു. ഇത് സ്ഥിരീകരിച്ചതോടെ പോലീസ് അവിടെയെത്തി. കുതറിയോടാനുള്ള ശ്രമത്തിനിടെ നാടകീയമായി പിടികൂടൽ. ഇന്നലെ വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം. ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയെ കരിവെള്ളൂർ പലിയേരിയിലെ വീട്ടിലെത്തിയാണ് കൊലപ്പെടുത്തിയത്. ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി പരുക്കേറ്റു. വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ദിവ്യശ്രീയും രാജേഷും തമ്മിൽ മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ വിവാഹമോചന കേസ് പരിഗണിച്ചതിന് പിന്നാലെയാണ് രാജേഷ് വീട്ടിലെത്തി കൊല നടത്തിയത്. ദിവ്യശ്രീ ശബരിമല ഡ്യൂട്ടിക്കായി രാത്രി 7 മണിക്ക് പോകാനിരിക്കെയായിരുന്നു കൊലപാതകം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദിവ്യശ്രീയുടെ സംസ്കാരം നടക്കും. ന്യൂസ് 18 കണ്ണൂർ. ഇനി ശബരിമല വിശേഷങ്ങൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
ശബരിമല തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഇന്ന് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഉച്ചവരെ മാത്രം 45,000-ലധികം തീർത്ഥാടകരാണ് മല ചവിട്ടി ദർശനത്തിനെത്തിയത്. മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് കണ്ടത്. ഇന്നലെ 77,000 ഭക്തരാണ് മല ചവിട്ടിയത്. വാരാന്ത്യമായതിനാൽ ഇന്നലത്തേക്കാൾ കൂടുതൽ ഭക്തർ സന്നിധാനത്തെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വൃശ്ചിക പുലരിയിലെ കണക്കിനേക്കാൾ വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ മാത്രം 77,026 ഭക്തർ മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയാണ് മടങ്ങിയത്. വൃശ്ചിക പുലരിയിൽ ഏതാണ്ട് 72,000-ൽ തീർത്ഥാടകരാണ് എത്തിയത്. എന്നാൽ 18-ാം തീയതി 75,959 എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 75,000-ലധികം ആളുകൾ എത്തുന്ന ദിനങ്ങളിലേക്ക് തന്നെ തീർത്ഥാടനം നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ തിരക്കിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം തീർത്ഥാടനം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യമുണ്ട്. ഇതിനുശേഷമുള്ള ആദ്യ വാരാന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയാൽ അവധി ദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെടാതെ അയ്യപ്പനെ കണ്ട് മടങ്ങാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. ഒപ്പം തീർത്ഥാടനം 12 വിളക്കിലേക്ക് എത്താൻ നിൽക്കുന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് 12 വിളക്കിലേക്ക് അടുക്കുന്ന സമയമാണ്. തീർത്ഥാടനത്തിനായി മാലയിട്ട ശേഷം വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി 12 നാൾ പിന്നിടുമ്പോഴാണ് മലയാളികൾ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങുന്ന സാഹചര്യം. നേരത്തെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് വലിയ തോതിൽ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മലയാളികളുടെ എണ്ണത്തിലും വലിയ മാറ്റം വരും എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഒപ്പം ഈ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. ദേവസ്വം ബോർഡ് വിവിധയിടങ്ങളിലായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ട് ബുക്ക് സംവിധാനത്തോട് കൂടുതൽ ആളുകൾ ക്രിയാത്മകമായി തീർത്ഥാടകർ സഹകരിക്കുന്നു എന്നതാണ്. ഇതിൽ 9,254 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം സന്നിധാനത്തിന് ദർശനത്തിനെത്തിയിരിക്കുന്നു. ഒപ്പം ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാത്രം, അതായത് 7 മണി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 19,583 പേർ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തി. പുലർച്ചെ നട തുറന്നപ്പോൾ തീർത്ഥാടകരുടെ നീണ്ട നിര മരക്കൂട്ടവും പിന്നിട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ഫ്ലൈ ഓവറിലും ഒപ്പം നടപ്പന്തലുകളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് ഇന്ന് ഈ തീർത്ഥാടകരുടെ എണ്ണം ഒരുപക്ഷെ ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടകരുടെ എണ്ണമായി മാറും എന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വലിയ തോതിൽ തീർത്ഥാടകർ എത്തുമ്പോഴും സുഗമമായ ദർശനം ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. പടി ചവിട്ടുന്ന വേഗത കൂട്ടിയിട്ടുണ്ട്. ഒപ്പം ഫ്ലൈ ഓവറുകളിലൊക്കെ ആയാലും ക്രമാനുഗതമായി ആളുകളെ കടത്തിവിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരാതിരഹിതമായാണ് ഈ ഘട്ടത്തിൽ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പ്രശസ്ത എഴുത്തുകാരനും നാടകകൃത്തുമായിരുന്ന ഓംചേരി NN പിള്ള അന്തരിച്ചു. 100 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ആകാശവാണി ഉദ്യോഗസ്ഥനായാണ് 1951 ഡൽഹിയിലെത്തിയത്. പിന്നീട് ഡൽഹി മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമാവുകയായിരുന്നു. 1924 വൈക്കം ഓംചേരി വീട്ടിൽ നാരായണപിള്ളയുടെയും പാപ്പിക്കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ജനനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസിൽ അധ്യാപകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയുടെ പ്രേരണയിലാണ് ആദ്യ നാടകം രചിച്ചത്. തിരുവനന്തപുരം മാനവീയം വീഥിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഇനി ഹോവറിന്റെ സഹായം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭയാണ് സിറ്റി പോലീസിന് 10 ഹോവറുകൾ കൈമാറിയത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളും ഈ ഇരുചക്രവാഹനത്തിൽ ഉണ്ട്. സന്ധ്യ മയങ്ങിയാൽ മാനവീയം വീഥിയുടെ സുരക്ഷ കൂട്ടാൻ സിറ്റി പോലീസ് ഹോവറുകളിൽ ഇനി ഇങ്ങനെ ചുറ്റിക്കറങ്ങും. മണിക്കൂറിൽ 18 കിലോമീറ്ററാണ് വേഗത. ഒരു തവണ ചാർജ് ചെയ്താൽ തുടർച്ചയായി 7 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം. മുഖം മിനുക്കുന്ന നഗരത്തിന് സുരക്ഷാ കാര്യത്തിലും സ്മാർട്ടാകാൻ ഹോവറുകൾ സഹായമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി MB രാജേഷ്. ആധുനികമായ ഒരു ഡിവൈസാണ്. അതുപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയ അതെ MDMA ഉൾപ്പെടെയുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഉപയോഗിച്ചത്. ലഹരി ഉപയോഗിച്ചവരെ കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾക്ക് പുറമെ
മോഷണ ശ്രമം തടയാനുള്ള ആന്റി തെഫ്റ്റ് അലർട്ട് സിസ്റ്റം ഉൾപ്പെടെ ഈ ഇരുചക്ര വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ തിരക്കേറിയ മറ്റ് മേഖലകളിലും സുരക്ഷാ പരിശോധനകൾക്കായി ഹോവറുകൾ പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗൗതം അദാനിക്കെതിരെ കുറ്റപത്രം നൽകിയത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കില്ലെന്ന് അമേരിക്ക. അദാനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് ധാരണയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസുമാണ് വ്യക്തമാക്കേണ്ടതെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജെയിൻ പിയറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൗരോർജ്ജ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ഗൗതം അദാനി കോഴ നൽകിയെന്ന കേസിൽ ഇന്നലെ US കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു. ആന്ധ്ര, ഒഡീഷ, ജമ്മുകാശ്മീർ, ഛത്തീസ്ഗഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾ ഉയർന്ന വിലയ്ക്ക് സൗരോർജ്ജം വാങ്ങാനായി കൈക്കൂലി നൽകിയെന്നാണ് കേസ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് കൂട്ടത്തകർച്ച. 150 റൺസിന് 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഓൾ ഔട്ടായി. 41 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ടോപ്പ് സ്കോർ. 2 അക്കത്തിലെത്തിയത് 4 ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, ഈ പിച്ചിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണല്ലോ ഇന്ത്യൻ ബാറ്റർമാർ ഇറങ്ങിയത്. പക്ഷേ പേസർമാർക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു. ആരൊക്കെയാണ് കൂടുതൽ വിക്കറ്റുകൾ നേടിയത്? ഏറ്റവും പ്രധാനമായും പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ തന്നെയാണ് ടോസ് നേടിയത്. അപ്പോൾ ടോസ് നേടിയ ബുംറ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പെർത്തിലെ കണ്ടീഷൻസ് പ്രധാനമായും എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ ബൗളിംഗ് കണ്ടീഷൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്പിന്നർമാരായ അശ്വിനെയും ജഡേജയും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ടീം നിരത്തിലിറങ്ങിയത്. പേസ് ബൗളിംഗ് അറ്റാക്കുമായിട്ടാണ് ഇന്ത്യൻ നിര ഇറങ്ങിയത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഓസ്ട്രേലിയൻ പേസ് നിരയുടെ മുന്നിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യ ദിവസത്തിൽ 50 ഓവർക്ക് മുന്നിൽ തന്നെ 150 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 4 പേർ മാത്രമാണ് 2 അക്കം കടന്നത്. അതിൽ പ്രധാനമായും KL രാഹുലും നിതീഷ് കുമാർ റെഡ്ഡിയും ഋഷഭ് പന്തുമാണ് ഇന്ത്യൻ നിരയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭേദപ്പെട്ട സ്കോറെങ്കിലും 150 റൺസ് എന്നൊരു ഭേദപ്പെട്ട സ്കോറിലെങ്കിലും ഇന്ത്യൻ ടീമിനെ എത്തിച്ചത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്കും പിഴയ്ക്കുക തന്നെയാണ്. ഏകദേശം 3 വിക്കറ്റ് നഷ്ടത്തിൽ 20 റൺസ് മാത്രമാണ് ഓസ്ട്രേലിയയ്ക്കും നേടാൻ സാധിക്കുന്നത്. ക്യാപ്റ്റനായ ജസ്പ്രീത് ബുംറ തന്നെയാണ് 3 വിക്കറ്റുകളും വീഴ്ത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് ഈ മത്സരം ബോർഡർ ഗവാസ്കർ ട്രോഫി തന്നെ വളരെ നിർണായകമാണ്. കാരണം ഇന്ത്യ ന്യൂസിലൻഡ് ടെസ്റ്റ് പരമ്പര 3-0 ഹോം മണ്ണിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഒരു വലിയ തിരിച്ചുവരവിന് തന്നെയാണ് ശ്രമിക്കുന്നതും. പക്ഷേ ഒരു തിരിച്ചടി തന്നെയാണ് ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ ദിനത്തിൽ തന്നെ ഇന്ത്യക്ക് നേടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും രോഹിത് ശർമ്മ മത്സരത്തിൽ കളിക്കുന്നില്ല. ബുംറയാണ് ടീമിനെ നയിക്കുന്നത്. ഇതിനു മുമ്പ് ആകെ ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യയെ ജസ്പ്രീത് ബുംറ നയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇതുപോലൊരു സീരീസിൽ ബുംറയെ ക്യാപ്റ്റൻസിയിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചതുപോലെ ബുംറയുടെ പ്രതീക്ഷയ്ക്ക് നേരെ വിരുദ്ധമായി തന്നെയാണ് ടോസ് ഇന്ത്യ നേടിയിട്ട് പോലും 150 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം നിൽക്കുന്നത്. അതിൽ ജോഷ് ഹേസൽവുഡാണ് 4 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ നിരയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടോപ്പ് നിരയെ മൊത്തത്തിലാകെ ജോഷ് ഹേസൽവുഡ് വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസുമാണ് ബാക്കി വിക്കറ്റുകൾ നേടിയത്. മിച്ചൽ മാർഷും 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യൻ ടോട്ടൽ 150 ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയയും കിതയ്ക്കുക തന്നെയാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 20 റൺസാണ് ഓസ്ട്രേലിയയുടെ നേട്ടം. അതിൽ സ്റ്റീവൻ സ്മിത്ത് ഗോൾഡൻ ടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഉസ്മാൻ കവാജയും ഔട്ടായി. ഇപ്പോൾ ട്രാവിസ് ഹെഡാണ് ക്രീസിലുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ട തകർച്ച 2 ടീമുകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ പേസ് ബൗളിംഗ് നിരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുറുപ്പ് ചീട്ടാകുന്നതാണ് പെർത്തിലെ മത്സരം എന്ന് പറയേണ്ടി വരും. പേസർമാർക്ക് അനുകൂലമായ പെർത്ത് പിച്ചിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസാണ് എടുത്തിട്ടുള്ളത്. 150 റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. 3 വിക്കറ്റിന് 30 റൺസാണ് ഓസ്ട്രേലിയ. അതിൽ 3 വിക്കറ്റുകളും നേടിയത് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. അകാലത്തിൽ വിട പറഞ്ഞ കലാകാരന്റെ ഓർമ്മയ്ക്കായി രൂപകൽപ്പനയുടെ ഉത്സവം സംഘടിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ. പാലക്കാട് കൂറ്റനാട് ഡിസൈനറായിരുന്ന ജയൻ മന്ത്രിയുടെ ഓർമ്മയ്ക്കായാണ് ഈ വേറിട്ട പദ്ധതി. വെള്ളിയാങ്കല്ലിൽ മുഖത്തെഴുത്തോടെ ആരംഭിച്ച ഫെസ്റ്റിവൽ ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കും. അനുഷ്ഠാന കലാരൂപത്തിന്റെ മുഖത്തെഴുത്തോടെയാണ് ഫെസ്റ്റിവൽ ഓഫ് ഡിസൈന് തുടക്കമായത്. ഡിസൈനറായിരുന്ന ജയൻ മന്ത്രിയുടെ ഓർമ്മയ്ക്ക് ജയനൊപ്പം നടന്നവർ സംഘടിപ്പിക്കുന്ന രൂപകൽപ്പനയുടെ ഉത്സവം വെള്ളിയാങ്കല്ലിൽ ഭാരതപ്പുഴ തീരത്താണ് നടക്കുന്നത്. ചലനം, കാഴ്ചവഴി, ചിത്രമെഴുത്ത്, ഫോട്ടോ വാക്ക്, പ്രഭാഷണങ്ങൾ, പ്രദർശനങ്ങൾ, അവതരണങ്ങൾ എന്നിവ രൂപകൽപ്പനയുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. ചിത്രകല, സിനിമ, പരസ്യകല എന്നിങ്ങനെ വിവിധ മേഖലകളിലെ രൂപകൽപ്പനയുടെ സവിശേഷതകളെക്കുറിച്ച് സംവാദങ്ങളും വർത്തമാനപത്രങ്ങളുടെ രൂപകൽപ്പനയും ചരിത്രവും വിഷയമാകുന്ന പ്രദർശനവും ഉത്സവത്തിന്റെ ഭാഗമാകും. രാജൻ, നീന്ദ്രരാജൻ, പ്രിനിൽ, ജിത് രാജ് എന്നിവർ മുഖത്തെഴുത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. സ്കൂൾ കുട്ടികളായ കുരുന്നുകൾ കോളേജിലെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണാനെത്തിയാലോ?
അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂൾ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടപ്പാക്കിയ ഏകദിന പരിശീലന പരിപാടിയിലാണ് ഈ കാഴ്ച. ചെറിയ പ്രായത്തിലെ ഉന്നത പഠനത്തെക്കുറിച്ച് ധാരണ നൽകുന്നതിനും ലക്ഷ്യബോധത്തോടെയുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിനുമാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു ക്യാമ്പസ് അനുഭവം സമ്മാനിക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ തീരുമാനിച്ചത്. കോളേജിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമൊപ്പം വിശേഷം പങ്കുവെച്ചും ക്ലാസ് മുറിയിൽ പങ്കാളികളായും ഒന്നിച്ച് ഉച്ചഭക്ഷണം പങ്കിട്ട് കഴിച്ചും ആടിയും പാടിയും അവരും ഒരു ദിവസം കോളേജ് കുമാരന്മാരായി. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, കോളേജ് ലൈബ്രറി എന്നിവ കുട്ടികൾ സന്ദർശിച്ചു. അധ്യാപകർക്കും കോളേജ് ജീവനക്കാർക്കും ഇതൊരു പുതുമയാർന്ന അനുഭവമായി. എല്ലാവരും ഹൃദ്യമായി കുട്ടികളോട് വിശേഷങ്ങൾ പങ്കുവച്ചു. പ്രിൻസിപ്പൽ ശിവമണി കുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചുമുള്ള അറിവ് നൽകി. +2 ലെവലിൽ വരുമ്പോൾ തന്നെ ഏത് കോളേജിൽ പഠിക്കണം, എന്ത് ചേരണം, ഏത് കോഴ്സ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകും. അതിനുള്ള ഒരു അവസരമാണ് തന്നത്. കോളേജ് ലൈഫാണോ സ്കൂൾ ലൈഫാണോ നല്ലത് എന്ന ചോദ്യത്തിന് കോളേജിലെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും മറുപടി സ്കൂളാണ് നല്ലത് എന്നതായിരുന്നു. എന്നാൽ സ്കൂളിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മറുപടി തിരിച്ചായിരുന്നു. കോളേജാണ് നല്ലത് എന്നതിൽ അവരിൽ എതിരഭിപ്രായമില്ല. പഠനം രസകരമാക്കുന്നതിനും കുട്ടികൾക്ക് പുതുമയാർന്ന വിദ്യാലയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനും നിരവധി വ്യത്യസ്തമാർന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കാരറ ഗവൺമെന്റ് UP സ്കൂൾ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടപ്പാക്കിയ ഏകദിന പരിശീലന പരിപാടിയാണ് ഞങ്ങളും കോളേജിലേക്ക്. ചെറിയ പ്രായത്തിലെ ഉന്നത പഠനത്തെക്കുറിച്ച് ധാരണ നൽകുന്നതിനും ലക്ഷ്യബോധത്തോടെയുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിനുമാണ് കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ക്യാമ്പസ് അനുഭവം സമ്മാനിക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ തീരുമാനിച്ചത്. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ജീവനി ക്ലബ്ബ് അംഗങ്ങളാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ന്യൂസ് 18 അട്ടപ്പാടി.